ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വർമ്മയുടെ ഓഫീസാണ്. ഐശ്വര്യയും വസുവിനെയും ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് വർമ്മ പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് രണ്ടുപേരും. എന്തായി വസു, പോയ കാര്യം എന്ന് വർമ്മ ചോദിക്കുമ്പോൾ വസുന്ധര ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇത് കാണുന്ന ഐശ്വര്യ പറയുകയാണ്, ആ ശ്യാമ നമ്മൾ ചതിച്ചാ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ പറയുകയാണ് അവർ പുതിയ കമ്പനിക്ക് സ്പൈസസ് കൊടുക്കാനായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തെന്ന്. അത് മറ്റാരുമല്ല, അഗിയും ശ്യാമയുമാണ്. ഇതെല്ലാം ശ്യാമയുടെ ചതിയാണ്. തുടർന്ന് വസുന്ധര പറയുകയാണ്, അവർക്ക് കുറച്ച് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് അവർ സ്പൈസസ് തരില്ലെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതാ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാമെന്ന്. അപ്പോൾ അവർ പറയുക അതൊന്നും പറ്റില്ലെന്നും അവർ പുതിയ കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കിയെന്നും. എങ്കിൽ അതൊന്ന് വിളിച്ചിട്ട് തന്നെ കാര്യമെന്ന് വർമ്മ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, പറയാനുള്ളതെല്ലാം ആനന്ദവർമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നും ഇനി ആരും ഇങ്ങോട്ട് വരണ്ടെന്നുമാ ഞങ്ങളോട് പറഞ്ഞതെന്ന് ഐശ്വര്യ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അരുണും വർമ്മയും. പിന്നീട് കാണിക്കുന്നത് ജയേഷിനെയാണ്. അശ്വതിയുടെ കാര്യം ഓർത്തുകൊണ്ട് ജയേഷ് അവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ഒരു കോൺസ്റ്റബിൾ പറയുകയാണ്, അത് പിന്നെ സാർ, വർമ്മയുടെ സ്പൈസസ് കമ്പനിയിൽ ഒരു പുതിയ സ്റ്റാഫ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ എന്ന പേര് പറഞ്ഞത്. പർദ്ദയും മുഖവും മൂടിയും ഒക്കെയാ ആ കുട്ടി നടക്കുന്നത്. ആരോ ഒരാൾ മുഖം കാണിക്കാൻ പറഞ്ഞപ്പോൾ മുഖം വികൃതമാണെന്നാ പറഞ്ഞത്. പക്ഷേ അവിടുത്തെ സ്റ്റാഫ് ജൂലി പറയുന്നത് ഒരു ദിവസം ആ കുട്ടി ബോധം കെട്ട് വീണപ്പോൾ അവള് ആ കുട്ടിയുടെ മുഖം കണ്ടതാണെന്നും നല്ല സുന്ദരിയാണെന്നുമാ. ഇത് എൻ്റെ വെറും സംശയമാണെന്ന് കോൺസ്റ്റബിൾ പറയുമ്പോൾ ജയേഷ് പറയുകയാണ്, അത് അശ്വതി തന്നെ ആകാനാ ചാൻസ് ഉള്ളത്. മിക്കവാറും അവൾ അവരുടെ ഗസ്റ്റ് ഹൗസിലായിരിക്കും താമസിക്കുക. നമുക്ക് അവിടുന്ന് തന്നെ അന്വേഷണം തുടങ്ങാമെന്നും ജയേഷ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഓഫീസാണ്. അഖിലും ശ്യാമയും കൂടി ചിരിച്ചുകൊണ്ട് ഓഫീസിലേക്ക് വരുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, കണ്ടില്ലേ നമ്മുടെ കമ്പനി തകർത്തിട്ട് ചിരിച്ചുകൊണ്ട് കയറി വരുന്നത്. ഈ കമ്പനി പൊളിക്കാൻ നോക്കുന്ന ഇവർക്ക് ആരും മാപ്പ് നൽകരുതെന്നും ഐശ്വര്യ പറയുന്നു. തുടർന്ന് വർമ്മ ചോദിക്കുകയാണ്, നിങ്ങൾ പുതിയ കമ്പനിയൊക്കെ തുടങ്ങുന്നത് നല്ല കാര്യം തന്നെയാ, പക്ഷേ ഈ കമ്പനിയെ ചവിട്ടി മെതിച്ചിട്ട് വേണോ അത് തുടങ്ങാൻ. തുടർന്ന് അരുൺ ചോദിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയിലേക്കുള്ള സ്പൈസിന്റെ സപ്ലൈ തടഞ്ഞല്ലേ. തുടർന്ന് ഐശ്വര്യ പറയുകയാണ്, എല്ലാവരെയും ജയിച്ചു, ഇനി അച്ഛനും അമ്മയും ഒന്നും എൻ്റെ മുമ്പിൽ ഒന്നുമല്ലെന്ന രീതിയിലാണ് ശ്യാമ നിൽക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയും തകർന്ന് അതിൻ്റെ ചാരത്തിൽ നിന്ന് വേണമല്ലേ നിങ്ങൾക്ക് പുതിയ കമ്പനി തുടങ്ങാൻ എന്നൊക്കെ വസുന്ധര പറയുമ്പോൾ അഖിൽ പറയുകയാണ്, നമ്മുടെ കമ്പനിയെ തകർക്കാൻ നോക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതല്ലേ. അതിന് ഇവിടുത്തെ ഇഷ്യൂവും ആ സഹകരണ സംഘവും തമ്മിൽ എന്താ ബന്ധമെന്ന് വർമ്മ ചോദിക്കുന്നു. 3 മാസത്തെ പെൻഡിങ് എത്ര ലക്ഷം രൂപയാ സഹകരണ സംഘത്തിന് ഈ കമ്പനി കൊടുക്കാനുള്ളത്? കുറച്ച് നാളത്തെ പെൻഡിങ് അല്ലേ, അത് വസു അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ എന്ന് വർമ്മ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, അതെ, ലക്ഷങ്ങളാണ് പെൻഡിങ് ആയിട്ടുള്ളത്. അവർ പലതവണ വാർണിംഗ് ലെറ്റർ അയച്ചതാണല്ലോ, എന്നിട്ട് ഒരു മറുപടിയുമില്ല. അതുകൊണ്ടാണ് അവർ കരാറങ്ങ് ക്യാൻസൽ ചെയ്തത്. സത്യത്തിൽ ഇതൊന്നും അറിയാതെ തന്നെയാ ഞങ്ങൾ അവരുടെ കരാറിൽ ഒപ്പിട്ടത്. ഐശ്വര്യ, ഞങ്ങൾ കേട്ടത് ശരിയാണോ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, രൂപ കൊടുക്കാനുണ്ട്, അത് ശരി തന്നെയാ, പക്ഷേ നിങ്ങൾ ചതിച്ചതാണെന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുൺ പറയുകയാണ്, തന്നെത്താനെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എന്തിനാ അവരുടെ മേല് പഴി ചാരുന്നത്. ഇവര് മനഃപൂർവ്വം തന്നെ ചെയ്തതാണെന്ന് വസുന്ധര പറയുമ്പോൾ വർമ്മ ചോദിക്കുകയാണ്, വസു, ഐശ്വര്യ എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇങ്ങനെ തുള്ളാൻ തനിക്കെന്താ ഇത്രയ്ക്ക് ബോധമില്ലേ? എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയാ ഇവളിങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഐശ്വര്യ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, എൻ്റെ ഐശ്വര്യട്ടത്തി, എനിക്ക് ഈ സ്ഥാനമൊന്നും വേണ്ട. എൻ്റെ ലോകം സംഗീതമാണ്. സംഗീതത്തിൽ തന്നെ തുടർന്നു പോകാനാ എൻ്റെ പ്ലാനും. തുടർന്ന് വസുന്ധര പറയുകയാണ്, അതെ, ഇനി പുതിയ കമ്പനി എന്നുള്ള ചിന്തയൊന്നും വേണ്ട. അഖി എത്രയും പെട്ടെന്ന് വന്ന് ഓഫീസിൽ ജോയിൻ ചെയ്യണം. അത് പറ്റില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് അഖിലും പറയുന്നു. എങ്കിലേ നിങ്ങളുടെ കമ്പനി ഞാനത് തകർത്തിരിക്കും, വസുന്ധരയായി പറയുന്നത്. ഇത് കേൾക്കുന്ന അഖില് ദേഷ്യത്തോടെ അവിടെ നിന്ന് ശ്യാമയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അശ്വതി താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് ജയേഷ് വരുന്നതാണ്. തുടർന്ന് ജയേഷ് അവിടുത്തെ സെക്യൂരിറ്റിയോട് അശ്വതിയുടെ ഫോട്ടോ കാണിച്ച് അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അയാൾ മനഃപൂർവ്വം അറിയില്ലെന്ന് പറയുന്നു. അങ്ങനെ ജയേഷ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അശ്വതി തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അശ്വതിയെ കാണുന്ന സെക്യൂരിറ്റി പറയുകയാണ്, മനഃപൂർവ്വം തന്നെയാ ഞാൻ ഇവളാണെന്ന് പോലീസിന് കാട്ടിക്കൊടുക്കാഞ്ഞത്. എനിക്കും ഒരു അവസരം വരുമല്ലോ എന്ന് സെക്യൂരിറ്റി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അശ്വതി ശ്യാമയെ കാണാനായി വിളിച്ചിരിക്കുന്നതാണ്. നാളെ എൻ്റെയും അരുണിൻ്റെയും വിവാഹ വാർഷികമാണെന്നും എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണമെന്നും അശ്വതി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടാ, അതുകൊണ്ട് ശ്യാമ തന്നെ എനിക്കെന്തെങ്കിലും ഗിഫ്റ്റ് സെലക്ട് ചെയ്ത് തരണമെന്ന് അശ്വതി പറയുകയാണ്. നമുക്കെന്നാൽ ആദ്യം തന്നെ ടെക്സ്റ്റൈൽസിലേക്ക് പോകാം, ഒരു കേരള സ്റ്റൈലിൽ മുണ്ടും ഷർട്ടും എടുക്കാമെന്ന് ശ്യാമ പറയുമ്പോൾ അതിന് സമ്മതം മൂളുകയാണ് അശ്വതി. അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 ഗുണ്ടകള് ശ്യാമയുടെ ഫോട്ടോ കയ്യിലെടുത്ത് പറയുകയാണ്, ദേ അവളാണ് ശ്യാമ.
തുടർന്ന് അവർ ഫോൺ ചെയ്യുമ്പോൾ ഐശ്വര്യയാണ് കോൾ എടുക്കുന്നത്. ശ്യാമയെ പരമാവധി എല്ലാവരുടെ മുമ്പിലിട്ട് നാണം കെടുത്തണമെന്നും എന്നിട്ട് ആ വീഡിയോ എനിക്ക് അയക്കണമെന്നും ഐശ്വര്യ അവരോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമയും അശ്വതിയും കൂടി ടെക്സ്റ്റൈൽസിൽ നിന്ന് അരുണിനുള്ള ഷർട്ടും മുണ്ടും സെലക്ട് ചെയ്യുന്നതാണ്. അതേസമയം ആ ഗുണ്ടകള് അങ്ങോട്ടേക്ക് വരികയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.